യുനാനി ചികിത്സയുടെ ലോകത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പ്രകൃതിയും മനുഷ്യ ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ മനുഷ്യന്റെ ആരോഗ്യത്തിലും പ്രതിഫലിക്കുന്നു എന്ന് യുനാനി ചികിത്സ എങ്ങനെ വിശദീകരിക്കുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ആ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, മനുഷ്യ ശരീരത്തെ ജീവനോടെ നിലനിർത്തുന്നത് എന്താണ്? ഹൃദയമാണോ, തലച്ചോറാണോ, രക്തമാണോ, അതോ ഇവയെല്ലാം കൃത്യമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു അടിസ്ഥാന ക്രമീകരണമാണോ? മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിനും യുനാനി ചികിത്സയ്ക്കും അവരുടേതായ പഠന രീതികളും വിശദീകരണങ്ങളുമുണ്ട്. ഇന്നത്തെ യുനാനി മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ അനാറ്റമി, ഫിസിയോളജി ഉൾപ്പെടെ ആധുനിക മെഡിക്കൽ വിഷയങ്ങളും ക്ലിനിക്കൽ പരിശീലനവും നൽകുന്നുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യുനാനി പണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ ഒരു വ്യത്യസ്തമായ ആശയ മാതൃക അവതരിപ്പിച്ചു. യുനാനി ചികിത്സയുടെ കാഴ്ചപ്പാടിൽ ആരോഗ്യത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയങ്ങളിൽ ഒന്നാണത്. ഇന്ന് നമുക്ക് ആ ആശയം പരിചയപ്പെടാം. ആ ആശയത്തിൻ്റെ പേരാണ് അഖ്ലാത്ത്. അഖ്ലാത്ത് എന്നത് അറബി പദമാണ്. അതിൻ്റെ അർത്ഥം ദ്രവങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമേഴ്സ് എന്നാണ്. യുനാനി ചികിത്സയുടെ പരമ്പരാഗത സിദ്ധാന്ത പ്രകാരം മനുഷ്യ ശരീരത്തിൽ 4 പ്രധാന അഖ്ലാത്തുകളുണ്ട്: ദം, ബൽഗം, സഫ്ര, സൗദ. യുനാനി ചികിത്സയുടെ കാഴ്ചപ്പാടിൽ ഈ 4 അഖ്ലാത്തുകളുടെ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യത്തിൻ്റെ അടിത്തറ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ 4 അഖ്ലാത്തുകളെ ആധുനിക ശരീരശാസ്ത്രത്തിലെ രക്തം, കഫം, പിത്തം എന്നിവയുമായി നേരിട്ട് തുല്യമായി കാണാൻ പാടില്ല. യുനാനി ചികിത്സയിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത സൈദ്ധാന്തിക മാതൃകയാണ് അഖ്ലാത്ത്. ഒരു ഓർക്കസ്ട്രയെ കുറിച്ച് ചിന്തിക്കൂ. അവിടെ പല വാദ്യോപകരണങ്ങളുമുണ്ട്. ഓരോ വാദ്യത്തിനും അതിൻ്റേതായ ശബ്ദവും ഉത്തരവാദിത്വവുമുണ്ട്. ഓരോന്നിനും ശരിയായ സമയത്തും ശരിയായ താളത്തിലും പ്രവർത്തിക്കുമ്പോഴാണ് മനോഹരമായ സംഗീതം രൂപപ്പെടുന്നത്. പക്ഷേ ഒരു വാദ്യം മാത്രം താളം തെറ്റിയാലോ മുഴുവൻ സംഗീതത്തിൻ്റെയും ഭംഗി നഷ്ടപ്പെടും. യുനാനി ചികിത്സയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യ ശരീരവും ഇതുപോലെയാണ്. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സന്തുലിതമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആരോഗ്യം നിലനിൽക്കുന്നത്. ആ സന്തുലിതാവസ്ഥയെ വിശദീകരിക്കാൻ യുനാനി ചികിത്സ ഉപയോഗിക്കുന്ന പ്രധാന ആശയമാണ് അഖ്ലാത്ത്. യുനാനി ചികിത്സ പ്രകാരം ഓരോ അഖ്ലാത്തിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്. ദം ചൂടും ഈർപ്പവും, ബൽഗം തണുപ്പും ഈർപ്പവും, സഫ്ര ചൂടും വരൾച്ചയും, സൗദ തണുപ്പും വരൾച്ചയും. ഈ സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുനാനി ചികിത്സ ശരീരത്തിലെ സന്തുലിതാവസ്ഥയെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ അഖ്ലാത്തിൻ്റെയും യഥാർത്ഥ പങ്ക് എന്താണ്? അവ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇവയെല്ലാം ഓരോന്നായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒരാശയം മനസ്സിലാക്കി. ഇനി അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനാണ് ബാക്കി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ദം എന്ന ആദ്യ അഖ്ലാത്തിൻ്റെ ലോകത്തേക്ക് കടക്കാം. അവിടെ നിന്നാണ് യുനാനി ചികിത്സയുടെ യഥാർത്ഥ ആഴം തുടങ്ങുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ സീരീസ് തുടർന്നും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.